ഇതിനകത്ത് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, ആടുകൾ എൻ്റെ ശബ്ദം അറിയുന്നു. എങ്ങനെ അറിയുന്നത്? ദൈവം എന്നോട് ചോദിച്ചു, എങ്ങനെയാ ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് അറിയുന്നത്? ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് അറിയണമെങ്കിൽ നമുക്കൊരു പരിചയം ഉണ്ടാവണം, അല്ലേ? കണ്ടിന്യൂസ് നമ്മൾ എല്ലായ്പ്പോഴും കേട്ട് പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക, പോകുന്ന സമയത്ത് പെട്ടെന്ന് ദൈവാത്മാവ് പറയുക, ഈ വീട്ടിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കുക. ജന്മം ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കും? ഇല്ല. എന്ത് കാരണം? ദൈവം പറഞ്ഞാണോ സംശയമാണ് നമുക്ക്, ഇല്ലേ? ദൈവം പറഞ്ഞാണോ സംശയമാണ്? ദൈവമാണ് സംസാരിക്കുന്നത്. ആരാ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നത്, ഞാനാണ് നിങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തത വരുമാറ് ദൈവത്തിൻ്റെ ആ വാക്കുകളെ മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ ഹൃദയം നിങ്ങളുടെ മേൽ പകരട്ടെ. ദൈവം ചോദിച്ചത് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഒരു കുഞ്ഞ് ജനിച്ചെന്ന് വെച്ചോ, ഒരു കുഞ്ഞ് ജനിച്ചു, അത് വളരുന്നത് അമ്മയുടെയും അപ്പൻ്റെയും ഒക്കെ ആയിരിക്കും. ഈ വളർന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകുന്നു, വെളിയിൽ ഒരു സ്ഥലത്തായി, കൈ ഒരു കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് പോയി, ഒരു ഫെസ്റ്റിവലിൻ്റെ ഇടയ്ക്ക് പോയി, കൈ വിട്ടുപോയി. അപ്പോൾ ഇവിടെ നിന്ന് വിളിക്കുക മോനേന്ന്. മോനെന്ന് വിളിക്കുമ്പം എവിടെയായിരുന്നാലും അവൻ അറിയാം ആര് അമ്മയാ അല്ലെങ്കിൽ അപ്പനാ വിളിക്കുന്നതെന്നറിയാം. എന്തുകൊണ്ടാണ്? ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കൂടെ നടക്കുക, ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആ ശബ്ദം തന്നെ കേട്ടുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെയാണ് സഭയും വളരേണ്ടത്. അപ്പൻ്റെ കൂടെ എപ്പോഴും ഇരിക്കുന്നോ? അപ്പൻ്റെ കൂടെ എപ്പോഴും നടക്കുന്നോ? അപ്പൻ്റെ ശബ്ദം എപ്പോഴും കേൾക്കാൻ ആഗ്രഹം കാണിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങും അപ്പൻ എപ്പോഴാണ് സംസാരിക്കുന്നത്, അപ്പൻ എന്തുവാ സംസാരിക്കുന്നത്. മനസ്സിനകത്ത് ഒരു ഉറപ്പുണ്ടാകും. എന്ന വാക്കിതാണ്, അപ്പൻ്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയുന്ന വിധത്തിൽ അപ്പനോടൊരാഴമായ ബന്ധം, ആർക്കുമില്ലാത്ത രീതിയിൽ ഒരാഴമായ ബന്ധം വയ്ക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക.